ഞങ്ങൾ ഇന്ന് വീട്ടിൽ ആദ്യമായിട്ടൊരു ജർമ്മൻ ഡിഷ് ഉണ്ടാക്കി. ഇതെല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡിഷാണ്. ഇതാണ് ജർമ്മനിയുടെ സ്വന്തം കേസ് സ്പെറ്റ്സ്ലെ. ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഒരു 250 ഗ്രാം സ്പെറ്റ്സ്ലെ, മുസ്കറ്റ് നുസ്, ഷ്നിറ്റ്ലൗ, പിന്നെ ഷിങ്കൻ, പിന്നെ കേസെ, 3 സവാള, കുറച്ച് ബട്ടർ. അപ്പോൾ അതിന് തന്നെ ആവശ്യത്തിന് വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെക്കുക. വെള്ളം തിളക്കുന്ന ഗ്യാപ്പിൽ നമ്മൾ ഈ ഷ്നിറ്റ്ലൗ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മൾ ഒണിയനും ഇതുപോലെ റിങ്ങായിട്ട് അരിഞ്ഞെടുക്കുക. എന്നിട്ട് നമ്മൾ ഷിങ്കൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതൊന്ന് വിടിയിച്ചെടുക്കണം കേട്ടോ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പോവും. അപ്പോൾ നമ്മളൊന്ന് വിടിയിച്ചെടുക്കുക. ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിടുക. അതിന് ശേഷം നമ്മൾ സ്പെറ്റ്സ്ലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ട് വരും. അപ്പോൾ നമ്മളിത് വെള്ളം കളഞ്ഞ് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ പാത്രത്തിലേക്ക് തന്നെ മാറ്റി വെക്കുക. അതിനുശേഷം കേസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, അടച്ചു വെക്കുക. ഇനി നമ്മളൊരു പാൻ എടുക്കുക. അതിലേക്ക് ബട്ടർ ആഡ് ചെയ്യുക, സവാള നന്നായിട്ട് വാട്ടിയെടുക്കുക. ശേഷം ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഷിങ്കൻ ആഡ് ചെയ്യുക. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ. അതിനുശേഷം നമ്മൾ നേരത്തെ അടച്ചു വെച്ച സ്പെറ്റ്സ്ലെ ഓപ്പൺ ചെയ്യുക. അതിലേക്ക് മുസ്കറ്റ് നുസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഷിങ്കനും സവാള എല്ലാം നന്നായിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഷ്നിറ്റ്ലൗ അരിഞ്ഞു വെച്ചത് ഒന്ന് ടോപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ സംഭവം റെഡിയായി നമ്മുടെ കേസ് സ്പെറ്റ്സ്ലെ. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങളുടെ ആദ്യത്തെ ജർമ്മൻ ഡിഷ് ഇതായിക്കോട്ടെ. കൂടുതൽ വീഡിയോസിനായിട്ട് അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്ത് നോക്കുക.